ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടീനേജ് സ്കിൻ കെയർ റൊട്ടീനെ പറ്റിയിട്ടാണ്. അതായത് ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ള AM ആൻഡ് PM റൊട്ടീന് പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ടീനേജ് ഏജിൽ നന്നായിട്ട് സ്കിന്ന് കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിൽ സ്കിന്ന് നല്ല എന്താ പറയുക ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞാനൊക്കെ നമ്മുടെ ഒരു ടീനേജ് ഏജിലൊക്കെ നമ്മൾ സ്കിന്നൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് കെയർ ചെയ്യുന്നില്ല, പക്ഷെ അതിൻ്റെ ബലം ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴേ നന്നായിട്ട് സ്കിന്നൊക്കെ കെയർ ചെയ്താൽ മാത്രമേ ഫ്യൂച്ചറിൽ അടിപൊളിയായിട്ട് സ്കിന്ന് ഇരിക്കുള്ളൂ. അതായത് ഏജ് കൂടുന്തോറും സ്കിന്ന് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് ദ കുട്ടികൾക്കും നന്നായിട്ട് സ്കിൻ കെയറിനെ കുറിച്ചൊക്കെ അറിയായിരിക്കും ടീനേജേഴ്സിന്. പക്ഷേ എന്നാൽ പോലും അവർക്ക് ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകും. അവരുടെ സ്കിൻ ടൈപ്പ് ഏതാണ്, ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് നല്ല കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ടീനേജ് സ്കിൻ കെയർ റൊട്ടീൻ വിത്ത് പ്രോഡക്ട്സ് ആണ് ഞാൻ പറയുന്നത്. ഇത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇനി യാതൊരുവിധ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. കാരണം ടീനേജ് എന്ന് പറയുന്ന ഏജിൽ ഒത്തിരി എക്സ്പോഷർ വരുന്ന ഒരു സമയമാണ്. അതായത് പൊല്യൂട്ടൻസും ഡസ്റ്റും അതുപോലെ തന്നെ സൺലൈറ്റും ആയിട്ടൊക്കെ ഒത്തിരി എക്സ്പോഷർ വരുന്നതാണ്. കാരണം കുട്ടികൾ സ്കൂളിലൊക്കെ പോകുന്നില്ലേ. അപ്പോൾ ഈ ഒരു ഏജിൽ നല്ലൊരു സ്കിൻ കെയർ റൊട്ടീൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കോൺസിക്വൻസസ് നിങ്ങൾക്ക് പിന്നീട് ഭാവിയിൽ സ്കിന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ക്ലെൻസർ ആണ് കേട്ടോ. അപ്പോൾ ക്ലെൻസർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഫേസ് വാഷ് അഥവാ ക്ലെൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് നന്നായിട്ട് കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ക്ലെൻസർ. അപ്പോൾ ക്ലെൻസർ മസ്റ്റായിട്ടും ടീനേജേഴ്സ് യൂസ് ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ടീനേജേഴ്സിന് എപ്പോഴും നല്ല എക്സ്പോഷർ ഉള്ളൊരു ടൈമാണ് ഈ പൊല്യൂട്ടൻസും ഡസ്റ്റും സൺലൈറ്റൊക്കെ ഇങ്ങനെ ഫേസിൽ എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് 2 times in a day എങ്കിലും നിങ്ങൾ ഫേസ് വാഷ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഒരിക്കലും മേക്കപ്പ് ഇട്ടിട്ട് അതുപോലെ കിടന്നുറങ്ങരുത്. എന്തായാലും ഫേസ് വാഷ് ചെയ്തിട്ട് വേണം. അതായത് നിങ്ങൾ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെ രാത്രിയും ക്ലെൻസർ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള ക്ലെൻസേഴ്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഡ്രൈ സ്കിന്ന് ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ക്ലെൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സെറ്റാഫിലിൻ്റെ നല്ല ക്ലെൻസർ ആണ്. ഇപ്പോൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിലും സെറ്റാഫിൽ അടിപൊളിയായിട്ടുള്ള ഒരു മൈൽഡ് സ്കിൻ ക്ലെൻസർ ആണ്. പിന്നെ ന്യൂട്രിജീനയുടെ ഹൈഡ്രേറ്റിംഗ് സ്കിൻ ക്ലെൻസർ എടുക്കാം. പിന്നെ സെറാവേ ഉണ്ട്, പിന്നെ അവീനോ. അപ്പോൾ ഇത്രയും പ്രോഡക്ട്സ് ഡ്രൈ സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടുള്ള മൈൽഡ് ക്ലെൻസേഴ്സ് ആണ്. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ആയാലും ഏതൊരു പ്രോഡക്റ്റ് ആയാലും ക്രീം ബേസ്ഡ് ആയിട്ടുള്ളത് എടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇനി കമ്മിങ് ടു ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് സെറ്റാഫിലിൻ്റെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സെബാമെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ന്യൂട്രിജീന അതുപോലെ തന്നെ സെറാവേഡതും നല്ലതാണ്. അപ്പോൾ ഓയിലി സ്കിൻകാർക്ക് വേണ്ടിയിട്ട് ഇത്രയും ക്ലെൻസേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ചൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ പ്രോഡക്ട്സ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ടീനേജേഴ്സ് ആണ്, സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് റീജനറേറ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒത്തിരി ഹാർഷായിട്ടുള്ള അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്ട്സ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. വളരെ മൈൽഡ് ആയിട്ടുള്ള, ഇപ്പോൾ ക്ലെൻസർ ആണെന്നുണ്ടെങ്കിൽ വളരെ മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസർ, അതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നോൺ കൊമിഡോജനിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് എടുക്കാനായിട്ട് നോക്കുക. ഈ നോൺ കൊമിഡോജനിക് എന്ന് പറയുമ്പോൾ നമ്മുടെ പോഴ്സ് ഒന്നും ക്ലോഗ് ചെയ്യാത്ത പ്രോഡക്ട്സിനെയാണ് നോൺ കൊമിഡോജനിക് എന്ന് പറയുന്നത്. അതായത് പോഴ്സ് ഒക്കെ ക്ലോഗ് അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിമ്പിൾസ് ആക്നേസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നോൺ കൊമിഡോജനിക് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ടീനേജേഴ്സ് യൂസ് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ഒരു സ്കിൻ കെയർ റൊട്ടീന് പറയുമ്പോൾ CTM എന്നുള്ളൊരു പ്രോസസ്സിലാണ് വരുന്നത്. അതായത് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്, സൺസ്ക്രീൻ അങ്ങനെ ഒരു ഇതിലാണ് വരുന്നത്. പക്ഷേ ടീനേജേഴ്സിൻ്റെ കാര്യം വരുമ്പോൾ നമുക്ക് ടോണറിൻ്റെയും സിറത്തിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളാണ്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. അതായത് ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ടോണറിൻ്റെയോ അല്ലെങ്കിൽ സിറത്തിൻ്റെയോ ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ടോണർ യൂസ് ചെയ്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നോർമലി നമ്മുടെ ആ ഒരു റോസ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. പക്ഷേ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടീനേജേഴ്സിന് സിറത്തിൻ്റെയും ടോണറിൻ്റെയും ഒരു ആവശ്യം വരുന്നില്ല. അപ്പം നമുക്ക് ഡയറക്റ്റ്ലി ഇനി മോയ്സ്ചറൈസേഴ്സിലേക്ക് പോവാം. അപ്പോൾ മോയ്സ്ചറൈസേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരാൻ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ, ശരിക്കും പറഞ്ഞാൽ സ്കിന്നിൻ്റെ ഒരു ന്യൂട്രിഷൻ എന്ന് തന്നെ പറയാം. മോയ്സ്ചറൈസർ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടീനേജേഴ്സ് മോയ്സ്ചറൈസേഴ്സ് എന്തായാലും അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളത് അനുസരിച്ച് മോയ്സ്ചറൈസേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കാം. ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ സെറ്റാഫിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. നോൺ കൊമിഡോജനിക് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ സെറാവേ അടിപൊളിയാണ്. പിന്നെ ന്യൂട്രിജീന, അതേപോലെ തന്നെ അവീനോ, ഇതൊക്കെ നല്ല മോയ്സ്ചറൈസേഴ്സ് ആണ്. അതായത് ഒരു
നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ. ഇനി ഒരു കോമ്പിനേഷൻ്റെ ഓയിലി സ്കിൻകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ന്യൂട്രിജീനയുടെ തന്നെ ഹൈഡ്രോ ബൂസ്റ്റ് വാട്ടർ ജെൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ഉണ്ട്. പിന്നെ സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ട്. പിന്നെ പ്ലമ്മിൻ്റെ ടീ ട്രീ പ്രോഡക്റ്റ് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഓയിലി ടു കോമ്പിനേഷൻ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രോഡക്ട്സ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാമെന്നുള്ളതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് വന്നിട്ട് സൺസ്ക്രീൻ ആണ്. അപ്പോൾ സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം നിങ്ങൾ എപ്പോഴും ഇങ്ങനെ സൺലൈറ്റുമായിട്ട് എക്സ്പോഷർ ആവുന്ന ഒരു ഏജാണ് ഈ ഒരു ടീനേജർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് തന്നെ എന്താ പറയുക ഡാമേജ് ആവാൻ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നമ്മൾ ഈ സൺസ്ക്രീൻ ഇടാതെ നമ്മൾ സൺലൈറ്റ് കൊള്ളുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു സൺസ്ക്രീൻ, അതും SPF അറ്റ്ലീസ്റ്റ് 30 എങ്കിലും ഉള്ളത് വാങ്ങുക. ഏറ്റവും നല്ലത് 50 SPF ഉള്ളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിലും നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, അതുപോലെ തന്നെ ഓയിലി സ്കിന്നിന് പറ്റിയിട്ടുള്ള സൺസ്ക്രീൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡ്രൈ സ്കിന്നുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അലർജിക്ക നല്ലൊരു സൺസ്ക്രീൻ ആണ്. ന്യൂട്രിജീനയ്ക്ക് നല്ല സൺസ്ക്രീൻസ് ആണ് കേട്ടോ ഡ്രൈ സ്കിന്നുകാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർ ഇത്രയും പ്രോഡക്ട്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടുള്ള സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ സെറാവയുടെ നല്ലൊരു സൺസ്ക്രീൻ ആണ്. അതുപോലെ തന്നെ ഡോക്കിൻ്റെ സൺസ്ക്രീൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ന്യൂട്രിജീനയുടെ ഷിയർ സിങ്ക് ഡ്രൈ ടച്ച് സൺസ്ക്രീൻസ് നല്ലതാണ്. ഓയിലി സ്കിന്നുകാർക്കും അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നുകാർക്കൊക്കെ നല്ലൊരു സൺസ്ക്രീൻ ആണ്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ന്യൂട്രിജീന, പിന്നെ സെറാവയൊക്കെ നല്ല, ഡോക്ക് ഒക്കെ നല്ല സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ള AM സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത്, അഥവാ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നൈറ്റ് സ്കിൻ കെയർ അല്ലെങ്കിൽ PM സ്കിൻ കെയർ റൊട്ടീനിലേക്ക് വരുമ്പോൾ നമുക്ക് സൺസ്ക്രീൻ ഒഴികെ ബാക്കി നമുക്ക് ക്ലെൻസിങ്ങും മോയ്സ്ചറൈസിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്ലെൻസിങ് അറിയാമല്ലോ, നിങ്ങൾ എന്തായാലും സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കും ഒത്തിരി പൊല്യൂട്ടനും ഡസ്റ്റും സൺലൈറ്റും ഒക്കെ മുഖത്ത് ഏറ്റിട്ടുണ്ടാകും. അപ്പോൾ ഒരിക്കലും മുഖം കഴുകാതെ നിങ്ങൾ ഉറങ്ങാനായിട്ട് പോകരുത്. അതുപോലെ തന്നെ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കുട്ടികളൊക്കെ മേക്കപ്പ് ഒക്കെ അത്യാവശ്യം യൂസ് ചെയ്യുന്നവർ തന്നെയാണ്. എല്ലാ പ്രോഡക്റ്റും നമ്മുടെ സ്കിന്നിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഉറങ്ങാനായിട്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ക്ലെൻസേഴ്സ് തന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് അത് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങളിത് കറക്റ്റ് ഒരു റൊട്ടീനായിട്ട് തന്നെ ഫോളോ ചെയ്യുക. പിന്നെ മോയ്സ്ചറൈസർ ഇടാനായിട്ട് മറന്ന് പോകരുത്. ഞാൻ ഈ പറഞ്ഞ ഒരു റൊട്ടീൻ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഞാൻ വിത്ത് പ്രോഡക്ട്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് വാങ്ങാനായിട്ട് നോക്കുക. പിന്നെ അഡീഷണൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടീനേജേഴ്സ് ആണ്, നല്ലൊരു പേഴ്സണൽ ഹൈജീനും കാര്യങ്ങളൊക്കെ വേണം. അല്ലാതെ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമൊന്നും ഇല്ല കേട്ടോ. നന്നായിട്ട് ബാത്ത് ചെയ്യുക, അതുപോലെ തന്നെ ട്വൈസ് എ ഡേ ബ്രഷ് ചെയ്യുക, അതുപോലെ തന്നെ ഫേസ് ക്ലെൻസ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ നല്ല ഹൈജീനിക് ആയിട്ടുള്ള പില്ലോ കവേഴ്സൊക്കെ യൂസ് ചെയ്യുക. തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ട് നോക്കുക. അത് നമുക്ക് പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പറയാനായിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഭയങ്കരമായിട്ട് അൺകൺട്രോളബിളി നിങ്ങൾക്ക് പിമ്പിൾസും ആക്നെസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ പ്രോഡക്ട്സ് വാങ്ങി, ആരെയിലൊക്കെ പറയുന്ന പ്രോഡക്ട്സ് വാങ്ങി യൂസ് ചെയ്യാതെ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണാം. അല്ലാതെ നമുക്കൊരു നോർമലി അല്ലെങ്കിൽ ഒരു സാധാരണ രീതിയിൽ പിമ്പിൾസ് ഒക്കെ വരികയാണെങ്കിൽ തന്നെ നമ്മൾ നല്ലൊരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നല്ല ഡയറ്റും ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ആക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ സ്കിൻ അത്രയും ഹെൽത്തിയാണ്, റീജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രായമാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ആക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ യാതൊരു ആവശ്യമില്ല, സിറത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ സിമ്പിളായിട്ട് ചെയ്താൽ തന്നെ സ്കിൻ നല്ല അടിപൊളിയായിട്ട് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പോലത്തെ 3-4 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതും മൈൽഡ് ആയിട്ടുള്ളതും ഫ്രാഗ്രൻസ് ഫ്രീയും നോൺ കൊമഡോജനിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രം തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക നിങ്ങളുടെ ഈ ഒരു ഏജിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ ടീനേജേഴ്സിനും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.